തിരുവനന്തപുരം നഗരസഭയിൽ BJPയുടെ പിന്നെ കൗൺസിലർമാരുടെ എണ്ണം കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയ പാർട്ടികളോ പിന്നെ പ്രവചനം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയിൽ പിന്നെ ഒരു നിയമമുള്ളതാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ശാസ്തമംഗലം വാർഡിലെ BJP കൗൺസിലർ ആയിട്ട് മത്സരിക്കുന്ന മഹദി അവരുടെ പ്രവചനം നടത്തിയത്. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ജോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവമായ വിഷയങ്ങളെ കാണുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിലും വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ പിന്നെ നിരന്തരമായി ശാസ്തമംഗലത്ത് മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയാണ്. IPS എന്ന് വയ്ക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടാത്തവരല്ല സ്ഥാനാർത്ഥി. ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി IPS എന്നുള്ള കാര്യം വെച്ചു. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു, നല്ല കാര്യം. ഇടപെട്ടതിന് ശേഷം അത് പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇന്നലെ മഞ്ചൂരുണ്ടായ ഒരു സംഭവം BJP മറുപടി പറയേണ്ടതാണ്. ഒരു ട്രാൻസ്ജെൻഡർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ അവരെ അപമാനിച്ച് അയക്കുകയും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത നിലയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തോടുള്ള BJPയുടെ സമീപനമാണോ ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ള വിവരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ സംഭവ സ്ഥലത്ത് പോയതാണ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ്.